അപ്പോൾ നമുക്കിന്ന് കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്ലീറ്റഡ് ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കട്ടിങ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. കുറച്ച് ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഇത്രത്തോളം ലെങ്ത് കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ പെയ്യെ ഞാൻ വീഡിയോയുടെ ലെങ്തൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഇതേവരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു വീഡിയോസൊന്നും. അതുകൊണ്ട് തന്നെ മാക്സിമം ലെങ്ത് കുറച്ച് ഇനിയുള്ള വീഡിയോസ് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയണ്ട. ആദ്യം തന്നെ നമ്മൾ യോക്ക് പോർഷൻ എടുക്കുക. നമ്മൾ നേരത്തെ യോക്ക് പോർഷൻ കട്ട് ചെയ്തില്ലേ, അതങ്ങോട്ട് എടുക്കുക. അതിൻ്റെ നല്ല ഭാഗം എടുക്കുക. നമ്മൾ ആദ്യം വീനക്ക് വെട്ടിയ ആ യോക്ക് പോർഷൻ്റെ നല്ല വശം എടുക്കുക, അതായത് ആ പ്രിൻറ്റ് വരുന്ന ഭാഗം എടുക്കുക. അതിലേക്ക് നമ്മുടെ ലൈനിങ്ങിൽ നമ്മൾ നെക്ക് വെട്ടിയിട്ടില്ലായിരുന്നു, അത് മറക്കരുത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. യോക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ലൈനിങ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് ലൈനിങ് ഇടാതെ കഴുത്ത് വെട്ടാഞ്ഞത്. അതിപ്പോൾ കാണിച്ചു തരാം. ബിഗിനേഴ്സിനോടാണ് കേട്ടോ കൂടുതലായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ദാണ്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ ദാണ്ട് ഞാൻ ഈ കൈ വെക്കുന്ന ഭാഗമില്ല, അവിടെ നിന്ന് താഴോട്ട് ഇവിടെ കുത്തി നിർത്തണം. ആദ്യം സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇതുപോലെ അടിച്ചിങ്ങനെ ഇറക്കുക. അപ്പോൾ മറക്കണ്ട, ഒരു കുറച്ച് പിന്നുണ്ടല്ലോ നമ്മുടെ മറ്റേ മുട്ടിപ്പിന്നില്ലേ, അതുപോലത്തെ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും. കാരണം നമ്മൾ തയ്ക്കാൻ നേരം നമ്മൾ ഈ വിചാരിക്കുന്ന കണക്കൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചിരിക്കുന്ന കണക്ക് നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചതിന് ശേഷം അത് തിരിച്ചിട്ടതിന് ശേഷം ഇതുപോലെ പിൻ ഇങ്ങനെ കുത്തി സെക്യൂർ ചെയ്ത് വെക്കുക. അതാകുമ്പോഴത്തേക്ക് എങ്ങോട്ടും നീങ്ങി പോകത്തില്ല, ആ ഒരു ഷേപ്പിന് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചിറക്കുക. മുകളിൽ നിന്ന് താഴേക്ക് ആ ഒരു വി ഷേപ്പിൻ്റെ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. അത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആഡ് ചെയ്തിട്ടില്ല, അത് ജസ്റ്റ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എടുത്ത് മാറ്റുക. പിന്നെ എടുത്ത് മാറ്റിയപ്പോൾ അതാണ്ട് റെഡ് കളർ നൂലായതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് നിങ്ങൾക്ക് നന്നായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നല്ല. അപ്പോൾ അതാണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കത്രിക എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൂടെ, അതായത് ഈ നമ്മുടെ മെയിൻ പീസിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിക്കണം. കത്രിക ഒരുപാട് കയറ്റി അങ്ങ് വെട്ടിക്കളയരുത്, മൊത്തത്തിൽ കട്ടായി പോവും. സൈഡിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഇത് പോയിക്കുന്നുണ്ടല്ലേ തയ്യലൊരു ഇത്ര ഗ്യാപ്പിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ഇത്ര ഗ്യാപ്പിട്ട് നമ്മൾ തയ്ച്ചിറക്കി കറക്റ്റ് വി ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കത്രികയുടെ തുമ്പ് ഭാഗം യൂസ് ചെയ്യുള്ളൂ. ഒരുപാട് നമ്മൾ തുണി വെട്ടുന്നതൊക്കെ കയറ്റി വെട്ടാൻ പാടില്ല. തുമ്പ് ഭാഗം വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ, അതായത് ആ വക്കത്ത് ആ ഒരു തയ്യലിൽ ഇത് കൊള്ളരുത്, അതായത് തയ്യൽ നമ്മൾ കട്ടിങ് ആവരുത്. അത് ഈ സൈഡിലൂടെ തന്നെ കുഞ്ഞായിട്ട് ചെറിയ കട്ടിങ്സ് കൊടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അതെന്തുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് തിരിച്ചിടുമ്പോൾ ചില സമയം നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ ചുരുണ്ടിരിക്കും എന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോഴിങ്ങനെ വെട്ടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക. എനിക്ക് ആദ്യമൊക്കെ കുറേ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു തയ്യലിലൊക്കെ വെട്ട് വീഴാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കത്രികേൻ്റെ തുമ്പ് ഭാഗം മാത്രമേ യൂസ് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് അങ്ങ് അറ്റം വരെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് വേണം, തിരിച്ചിടുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ഭാഗത്തേക്ക് തിരിച്ചിടുമ്പോൾ ദാണ്ട് ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചിടുമ്പോഴത്തേക്ക് കണ്ടോ കുറച്ചൊക്കെ പൊങ്ങിയിരിക്കുന്നത്. അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. തിരിച്ചിടുമ്പോൾ ദാണ്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ കാണിച്ച കണക്ക് നമ്മൾ 1/2 ഇഞ്ച് അകലത്തിലല്ല, ആ ഒരു മുകളിൽ കൂടെ, അതായത് പതിച്ചടിക്കാമെന്ന് പറയും. അതായത് നമ്മൾ അറ്റത്തൂടെ തന്നെ നല്ല വശത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ അറ്റത്തൂടെ ഇതുപോലെ അടിച്ചിറക്കി വി ഷേപ്പിൽ കൊണ്ട് നിർത്തി വീണ്ടും നമ്മൾ പുറത്തേക്ക് അടിച്ചിറക്കുക. പതിച്ചടിക്കുക എന്നാണ് ഇതിനെ പറയുന്നത്. ആണെങ്കിൽ പതിച്ചടിച്ചിട്ടുണ്ട്. പതിച്ചടിക്കുമ്പോൾ കണ്ടോ ആ ലൈനിങ് ഫുൾ അങ്ങ് അകത്തോട്ടിട്ട് കയറി പോയിട്ടുണ്ട്. ഇനി അത് പുറത്തേക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യോക്ക് പോർഷനിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ബാക്ക് പോർഷനിൽ ചെയ്യേണ്ടത്. ബാക്കിലെ യോക്ക് പോർഷനിൽ ചെയ്യണം. നമ്മൾ ബാക്ക് പോർഷൻ എന്തായിരുന്നു, റൗണ്ട് നെക്കായിരുന്നില്ലേ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ലൈനിങ്ങിന് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മെയിൻ പീസിൽ മാത്രമേ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ മെയിൻ പീസിൽ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെക്കുക. നേരത്തെ കാണിച്ചു നമുക്ക് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബാക്കിലേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കിയിട്ടൊന്ന് കണ്ടാൽ മതി കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ അടിച്ചിറക്കുക. പെയ്യെ അടിച്ചിറക്കിയാൽ മതി, ഒട്ടും ധൃതി കാണിക്കേണ്ട. പെയ്യെ അടിച്ചിറക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിക്കുക കുഞ്ഞു കട്ടിങ് കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ അടിച്ചിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ അടിച്ചിറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ വെട്ടിയെടുക്കാം. അപ്പോഴേ എല്ലാം കൂടി കാണിച്ചാൽ ഒരുപാട് ലെങ്തായി പോകത്തില്ലേ, അതുകൊണ്ടാണ്.
അങ്ങനെ അതിൻ്റെ കട്ട് ചെയ്ത് മാറ്റി കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിന് ശേഷം നേരെ തിരിച്ചിടുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പതിച്ചടിക്കുമ്പോഴത്തേക്ക് ലൈനിങ് നല്ല അകത്തോട്ട് വലിച്ചു വെച്ചിട്ടാണ് കേട്ടോ പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ അറ്റത്തൂടെ കത്രിക വെക്കുന്നതാണ് അറ്റത്തൂടെ പതിച്ചടിക്കുക. അപ്പോൾ അതാണ്ട് ഇതുപോലെ കിട്ടും. കാണുന്നുണ്ടല്ലേ? ഇതുപോലെ അടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട ഷോൾഡർ ജോയിൻ ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പോർഷൻ്റെ അകത്ത് ലൈനിങ്. അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്യണം നമുക്കിനി. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതായത് തയ്യലൊന്നും പുറത്ത് കാണത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പോർഷൻ്റെയും നല്ല സൈഡ് എടുക്കുക. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തെ നല്ല പോർഷൻ എടുക്കുക. അതായത് ആ പ്രിൻ്റുള്ള ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അറ്റത്തോട്ട് തന്നെ ഇതുപോലെ വെച്ചെടുക്കുക. നമ്മൾ സാധാരണ ഇതുപോലെ തയ്യൽ തുമ്പ് വെളിയിൽ കാണുന്നതാണെങ്കിൽ നമ്മൾ മുകളിലൂടെ അടിച്ചിറക്കും. അതിന് പകരം നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുക. രണ്ടിൻ്റെ ലൈനിങ് ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അതായത് മെയിൻ ക്ലോത്ത് തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ലൈനിങ് തമ്മിൽ ഇങ്ങനെ പുറകിലേക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ കിട്ടും. ലൈനിങ്ങും തമ്മിൽ ഒട്ടിയിരിക്കുക. മെയിൻ ക്ലോത്ത് ഒട്ടിയിരിക്കുക. അതാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ഒരുപാട് ആവുന്നുണ്ട് എങ്കിൽ പോലും, അതായത് നമുക്ക് തയ്യലിൻ്റെ ഒരു ബേസും ഇല്ലാത്തവർക്ക് വേണ്ടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഇതുപോലെ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് എടുക്കുക. നമ്മൾ നേരെ തന്നെ ആ ലൈനിങ്ങിലൂടെ അടിച്ച് മെയിൻ പീസിലൂടെ ഇങ്ങനെ അടിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ച് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ ഒറ്റ സ്റ്റിച്ച് ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാണ്ട് ഞാൻ തിരിച്ചിട്ടെന്ന് വെച്ചാൽ നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ എന്താണ്, തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണത്തില്ല, നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യും. നൂലൊന്നും പൊങ്ങി വരുമെന്നുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ നമ്മൾ അടുത്ത ഷോൾഡറും ജോയിൻ ചെയ്യുക. അതായത് നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒട്ടിച്ച് വെക്കുക. അതുപോലെ തന്നെ ലൈനിങ് പീസ് തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അടിച്ചിറക്കുക. ഇതുപോലെ നമ്മൾ ലോക്കിട്ട് വേണോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് മറിച്ചിടുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വൃത്തി കിട്ടും, നൂലൊന്നും പൊങ്ങാത്ത രീതിയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പരിപാടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യണം. സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് വെട്ടിയെടുത്ത ആ ഒരു തുണിയില്ലേ, ആ തുണിയുടെ ചീത്ത ഭാഗത്ത്, അതായത് പ്രിൻ്റ് ഇല്ലാത്ത നമ്മൾ അകത്തിടുന്ന ഭാഗമില്ലേ, ആ ഭാഗത്ത് ലൈനിങ് മുകളിൽ വെച്ച് കൊടുക്കുക. മുകളിലെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് അരഭാഗം കട്ടിയെടുത്തില്ലേ, ആ ഭാഗത്ത് ലൈനിങ് വെച്ച് സാധാ പോലെ അടിച്ചിറക്കുക. അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ലൈനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ്ങും സ്കേർട്ട് പോർഷൻ നമ്മൾ ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് അടിച്ചിറക്കാൻ പറ്റും. ഇത് നമ്മുടെ സ്കേർട്ടിൻ്റെ മോൾ ഭാഗം കേട്ടോ, അതായത് ലൈനിങ് അതിൻ്റെ അകത്തോട്ട് ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിലും ചെയ്തെടുക്കുക. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആണല്ലോ സ്കേർട്ട് പോർഷൻ വരുന്നത്, അതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിനി യോക്ക് പോർഷനുമായിട്ട് ഈ സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യോക്ക് പോർഷൻ്റെ നല്ല ഭാഗവും നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗവും തമ്മിൽ, അതായത് സ്കേർട്ട് പോർഷൻ്റെ അരഭാഗത്തെ നല്ല ഭാഗവും യോക്ക് പോർഷൻ്റെ താഴത്തെ നല്ല ഭാഗവും തമ്മിൽ ഇതുപോലെ മുകളിലെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ അടിച്ചിറക്കുക. അറ്റത്ത് നിന്ന് അറ്റം വരെ അടിച്ചിറക്കുക. തിരിച്ചിടുമ്പോൾ ദാണ്ട് ഇതുപോലെ കിട്ടും. അതായത് ഈ കാണുന്ന കട്ടിങ് നമ്മുടെ അരഭാഗത്ത് വരുന്ന ഒരു കട്ടിങ് ഇല്ലേ, അതാണ്. ഇത് ഏലൈൻ മോഡലാണല്ലോ ചെയ്യുന്നത്. ഏലൈൻ ആണെങ്കിലും കട്ടിങ് വരുന്ന ഏലൈൻ ടൈപ്പാണ്. അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ ബാക്കിലെ ഫ്രണ്ടിലെ സ്കേർട്ട് പോർഷൻ അങ്ങനെ അടിച്ച് മാറ്റുക. ഇതിപ്പോൾ നമ്മുടെ സ്ലീവാണ് കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം തുണി നമ്മൾ കട്ട് ചെയ്ത തുണിന്നൊക്കെ ബാക്കിയുള്ള പീസ് വെച്ച് കട്ട് ചെയ്ത്, കാരണം തുണി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അങ്ങനെ ചേർത്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഒരു നീളത്തിൽ ഇങ്ങനെ തുണി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴിവിടെ നിങ്ങൾ വിചാരിക്കും സ്ലീവ് ഇത് എന്ത് മെഷർമെൻ്റ് ആണ് എടുത്തേക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ പ്ലീറ്റഡ് സ്ലീവ് അല്ലേ ചെയ്യുന്നത്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ഈ പ്ലീറ്റഡ് സ്ലീവ് വെക്കുന്നതെന്ന്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ പ്ലീറ്റഡ് സ്ലീവിന് ഒരു വീതി ഒരു 4 ഒരു 3 മതിയാവും. കുറേ ആയാലും വലിയ ഭംഗി കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 എടുത്തേക്കുന്നത്. 4 എടുത്താലും തയ്യൽ തുമ്പൊക്കെ കയറി എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കൊരു 3 ഒക്കെ ആവും, ഒരു 3 ആവും വീതി മൊത്തത്തിൽ. അപ്പം നമുക്കിവിടെ 4 എടുക്കാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം നീളം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇതാണ് നമ്മുടെ ഒരു ടോപ്പാണെങ്കിൽ നമ്മൾ ഈ ഒരു റൗണ്ട് ഫുൾ എടുക്കുക. അതായത് മുകളിൽ നമ്മൾ ഷോൾഡർ തൊട്ട് നമ്മുടെ ആ ഒരു കൈക്കുഴീൻ്റെ ഭാഗം, അതായത് നമ്മുടെ നെഞ്ചുവണ്ണ, ഇപ്പം ഞാൻ 10 എഴുതിയിരിക്കുന്നില്ല, അതായത് ആ മുകളിൽ ഈ ഒരു റൗണ്ട് എവിടം വരെയാണ് ഇതുപോലെ ഇവിടെ നിന്ന് താഴോട്ട് എത്രയാണ് അവസാനിക്കുന്നത് നോക്കുക. എനിക്കിവിടെ 10 കേട്ടോ ഈ ഒരു അളവിന് കിട്ടുന്നത്. അപ്പോൾ തന്നെ മൊത്തം റൗണ്ട് ഇവിടെ ഒരു സൈഡ് 10 ആണെങ്കിൽ മൊത്തം റൗണ്ട് എത്ര കിട്ടും? 20 കിട്ടും. കണ്ട, ഇവിടുന്ന് ഈ ഒരു റൗണ്ട് നമുക്ക് ഇവിടെ വരെ 10, ഇവിടെ വരെയും 10. അപ്പോൾ മൊത്തത്തിൽ ഈ റൗണ്ട് എത്രയാണ്? 20. ഞാൻ മനസ്സിലായത് നിങ്ങൾക്ക്. ഇപ്പോൾ 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 20 നീളം എടുക്കുന്നത്? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലീറ്റ് അല്ലേ ഇടുന്നത്. പ്ലീറ്റ് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് 20ൻ്റെ ഇരട്ടി വേണം. നമുക്ക് എത്രയാണോ ഈ ഒരു ഫുൾ റൗണ്ട് കിട്ടുന്നത് അതിൻ്റെ ഇരട്ടി വേണം നമ്മളെപ്പോഴും പ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുക. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ തൊട്ട് ഈ ഒരു റൗണ്ട് ഇറങ്ങുന്നത് വരെ 10 കിട്ടിയിരിക്കുന്നത്. 10ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ റൗണ്ട് 20. നമ്മളിവിടെ 20 അല്ല എടുക്കേണ്ട, പ്ലീറ്റ് എടുക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് മാത്രം 40. അങ്ങനെ 40 ഒരു സൈഡിലേക്ക് ആകുമ്പോൾ 2 സൈഡിലും കൂടി 40 + 40 80 നമുക്ക് വേണ്ടത്. നമുക്ക് സ്ലീവിന് മാത്രം 80 ഇഞ്ച് നീളമുള്ള തുണിയാണ് വേണ്ടത്.
ഓക്കെ, വീതി 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇതുപോലെ 40 ഇഞ്ച് വരുന്നത് ഒരു സൈഡിലേക്കും അടുത്ത 40 ഇഞ്ച് വരുന്ന അടുത്ത സൈഡിലേക്കും കൂട്ടിയിട്ട് മൊത്തത്തിൽ 80, 4 ഇഞ്ച് വീതി എടുക്കുക. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് മനസ്സിലായില്ല. അപ്പം ആ ഒരു വീതിയും കാര്യം നമ്മൾ മറ്റേ സാധാ സ്ലീവ് കട്ട് ചെയ്യുന്ന കണക്ക് നമ്മൾ ഇതുപോലെ ചരിച്ച് വളച്ച് വരച്ച് അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മടക്കി അടിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ നമ്മൾ സ്ലീവൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കത്തില്ലേ, നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് ഇട്ട് ഇതുപോലെ 1 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കുക. ഇപ്പം തന്നെ നമ്മൾ മൊത്തത്തിൽ 3 ഇഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ സ്ലീവ്. അതിനുശേഷം അടുത്ത ഭാഗം ഇതുപോലെ നമ്മുടെ കാണി കൂട്ടിയിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു പ്രഷർ ഫുട്ട് വീതിയിൽ അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇട്ടോ ഇതുപോലെ നമ്മൾ കാണി കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിറക്കുക. റണ്ണിങ് സ്റ്റിച്ച് പോലെ വരും. ഇതുപോലെ അടിച്ചിറക്കിയതിന് ശേഷം കുറച്ചും കൂടി എക്സ്ട്രാ പുറത്തേക്ക് ഇട്ടിട്ട് വേണം ആ നൂല് കട്ട് ചെയ്തെടുക്കാം. കാരണം എന്തായാലും നമുക്ക് നൂല് വലിച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. മടക്കിയല്ല ഞാൻ പ്ലീറ്റ് ഇടാറുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നൂല് വലിച്ച് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ വലിച്ച് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ വലിച്ച് നമ്മുടെ നമ്മൾ ഒരു സൈഡിലേക്ക് എത്ര എടുത്ത 40 അല്ലേ, ഈ 40നെ നമ്മൾ ഫുൾ റൗണ്ടായി 20 ആക്കണം. ഇതുപോലെ ചുരുക്കി നമ്മൾ എപ്പോഴാണോ 20 ആവുന്ന അത്ര ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടേപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം ഈ 40 എപ്പോഴാണ് 20 ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചുരുട്ടല്ല ഈ പ്ലീറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ ചുരുക്കി വെച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോഴാട്ടോ കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. മടക്കി വെക്കുന്നതിനേക്കാളും ഈ ഒരു സ്ലീവിന് ഇങ്ങനെയാണ് ഭംഗി. അപ്പോൾ അതാണ്ട് ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് എടുത്തു നോക്കാം. ഇത് ഫുൾ അത്ര 20 വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് 20 ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്കിനി നേരെ നമ്മുടെ എങ്ങനെയാണ് സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് അടിച്ചിറക്കുക. ഓക്കെ, അങ്ങനെ പ്ലീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡറിൽ വെച്ചിട്ട് അടിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് അടുത്ത സ്ലീവും ചെയ്യേണ്ടത്. നമ്മൾ ആ ഒരു ഫുൾ റൗണ്ട് ആക്കി എടുക്കുക. 40നെ നമ്മൾ 20 ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടാന്ന് കണ്ടുപിടിക്കുക. അതായത് പകുതി സ്ലീവ് രണ്ടായിട്ട് മടക്കുമ്പോഴത്തേക്ക് പകുതി ഭാഗം കിട്ടുമല്ലോ, ആ ഭാഗം വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല വശം, അതായത് സ്ലീവിൻ്റെയും ഡ്രസ്സിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ, ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ പ്ലീറ്റ് എടുത്ത ഭാഗമല്ലേ അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ അടിച്ചിറക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ പരിപാടി. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ്റെ അകത്ത് ഇതുപോലെ പ്ലീറ്റ് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തെ സ്കേർട്ട് പോർഷൻ്റെ വീതി അളന്ന് നോക്കുക. ഇവിടെ എനിക്ക് 32 ഫുള്ള് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 32 ആകുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ സ്ലീവിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഒരു സൈഡ് 32 ആണെങ്കിൽ നമുക്ക് അവിടെ പ്ലീറ്റും കൂടി കൂട്ടിയിട്ട് ഒരു സൈഡിൽ മാത്രം 64 വരും പ്ലീറ്റും കൂടി ഇടുമ്പോഴത്തേക്കും. അതുപോലെ നമ്മൾ അടുത്ത സൈഡിൽ 32 ആയിരിക്കുമല്ലോ. ഒരു സൈഡ് 32 ആണെങ്കിൽ പുറകിലത്തെ സ്കേർട്ടിൻ്റെ താഴത്തെ വീതി 32 ആയിരിക്കും. അപ്പോൾ അപ്പുറത്തെ 32 കൂടി കൂട്ടി 64, ഇവിടെ 32 കൂട്ടി 64. അപ്പോൾ 2 സൈഡിലും കൂടി കൂട്ടിയിട്ട് ഇവിടെ 64 പുറകിലും 64. അപ്പോൾ അത്രയും തുണി വേണം. പിന്നെ വീതി ഇവിടെ എടുക്കുന്ന 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ പ്ലീറ്റ്, അതായത് സ്ലീവിന് എത്രയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വീതി, 4 ഇഞ്ച് വീതിയായിരുന്നു. ഇവിടെ നമ്മളെ സ്കേർട്ട് പോർഷൻ്റെ അകത്തേയും വീതി കൊടുക്കുന്നത് 9 ഇഞ്ചാണ്. ഓക്കെ, 9 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് ഇത് 64 ഇഞ്ച് വരുന്ന ഒരു തുണിയാണ്. ഈ 64നെയാണ് ഞാൻ ഇതുപോലെ പ്ലീറ്റ് എടുത്ത് നമ്മൾ 32 നമ്മൾ സ്ലീവിന് പ്ലീറ്റ് ഇട്ടത് ഇതുപോലെ നൂല് വലിച്ചിട്ടായിരുന്നു നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തത്. ഇവിടെ പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ മടക്കി വേണം പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരേ ഇതായിരിക്കണം കേട്ടോ, ഒരേ അളവിലായിരിക്കണം പ്ലീറ്റ് എടുക്കുന്നത്, എങ്കിലേ അത് വൃത്തിയായിട്ട് കാണത്തുള്ളൂ. ഇതുപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നും കൂടി വെച്ചിട്ട് കുറച്ച് മൊട്ടിപ്പിൻ മേടിച്ച് വെച്ചിട്ട് ഇതുപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. അതിനുശേഷം നമ്മൾ എന്താ വേണ്ടത്, നമ്മുടെ സ്ലീവ് പാവാടയില്ലേ, അതായത് സ്കേർട്ട് പോർഷൻ്റെ താഴെ ഭാഗത്ത് നമ്മുടെ ഈ പ്ലീറ്റിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് നമ്മൾ ആ പിൻ കുത്തി വെച്ച ആ ഒരു സൈഡ് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ അടിച്ചിറക്കുക. അത്രേ ഉള്ളൂ. അതായത് സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗവും പ്ലീറ്റിൻ്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ട് അടിച്ചിറക്കുക. ഇനി നമ്മൾ എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലീറ്റിൻ്റെ ഭാഗം നമ്മൾ അടിച്ചിറക്കി കഴിഞ്ഞാൽ താഴെ ഈ പ്ലീറ്റിൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ മടക്കി അടിക്കത്തില്ല, അതുപോലെ മടക്കി അടിച്ചു കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് ഇറക്കുക. അതായത് നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇറക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. പിൻ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നീങ്ങി പോകത്തില്ല. അതുപോലെ തന്നെ ഇതുപോലെ വരച്ച് താഴേക്ക് നമ്മൾ ആ ഒരു ഷേപ്പിന് അടിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്ക് നേരെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഫ്രോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പ്ലീറ്റഡ് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ലോങ് വീഡിയോ സെക്ഷനിൽ നോക്കിയാൽ മതി. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കട്ടിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ID മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജിനി എന്നാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ട് ചോദിച്ചാലും മതി. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത്. ഇത് എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത് കുറച്ചൊന്ന് കൂടി പോയിട്ടുണ്ടെന്ന്, കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത്രയും ലെങ്ത് ആയിപ്പോയതാണ്. മാക്സിമം ഞാൻ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അതിനകത്ത് പല സ്റ്റിച്ചിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ് തന്നേക്കുന്നത്. കാരണം എല്ലാം കൂടി ആഡ് ചെയ്താൽ ഭയങ്കര ലെങ്ത് ആയി പോവും. അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും
ഉൾപ്പെടുത്തി എല്ലാം ചേർത്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ എന്താണെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ട് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് റിക്വസ്റ്റ് വേണമെങ്കിലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സിന് വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മോഡൽ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ്ട് ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മീറ്റർ വേണ്ടി വരും. ഞാനിവിടെ 3 മീറ്റർ ക്ലോത്താണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. 3 മീറ്റർ ക്ലോത്തിൽ അതുപോലെ തന്നെ 2.5 മീറ്റർ ലൈനിങ്ങാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു കാര്യം പറയാൻ വിട്ടു, നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്കിൽ നമുക്ക് ലൈനിങ് വേണ്ടി വരത്തില്ല. ഞാൻ ഈ പ്ലീറ്റ് നിൽക്കുന്നില്ലേ, പ്ലീറ്റ് തുടങ്ങുന്ന ഭാഗം വെച്ച് ഞാൻ ലൈനിങ് നിർത്തിയിരിക്കും. നമ്മുടെ സ്കേർട്ട് പോർഷൻ വരെ ലൈനിങ് വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടി ഇറക്കാം, പക്ഷേ ഞാൻ സ്കേർട്ട് പോർഷൻ വരെ ലൈനിങ് വെച്ചിട്ടുള്ളൂ. അപ്പോഴൊക്കെ അതാണ്. അപ്പോൾ 3 മീറ്റർ തുണിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുകയോ മെസ്സേജ് ഇടുകയോ ചെയ്തിരുന്നാൽ മതി. പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്തത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ ഞാനിത് ചെയ്തപ്പോൾ തുടക്കത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിന് ഇത്രയും റിക്വസ്റ്റ് വരും എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ, ഇനിയും നല്ല ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഒന്നും കൂടി പറയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ മറ്റത് ഞാൻ ആൾക്ക് കൊടുത്തതാണ്. ആളുടെ പിക്ക് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ വേണ്ട, ഇതാണ് ആളിട്ടിട്ടുള്ള പിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.